കാണാം. ഇതെന്തിനാ സൂചിപ്പിച്ചതെന്നോ, ഖുർആനായത്ത് കേട്ടാൽ ചിലർക്ക് വിശ്വാസം വരില്ല, ചിലർക്ക് ആ മാലപ്പ കേട്ടാലേ തൃപ്തിയാവുകയുള്ളൂ. മാലയിലുണ്ടോ, അതേപോലെ തന്നെ മൗലീദിലുണ്ടോ? എങ്കിൽ ഇതാ അബൂജഹല് അതാ ഖുർബായി കഅബയുടെ കില്ല പിടിത്ത്, അതാ ഖുർബായി കഅബയുടെ കില്ല പിടിത്തുകൊണ്ടാ ചോദിക്കുന്നത്, ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ, ഈ ബൈത്തിന്റെ ഈ കഅബാലയത്തിന്റെ നാഥനായ റബ്ബിനോട് അവൻ ചോദിക്കുകയാണ്, ഈ രണ്ട് കക്ഷികളിൽ ബാത്തിലിന്റെ കക്ഷിയും സത്യത്തിന്റെ കക്ഷിയും ഉണ്ടല്ലോ, അവർക്കിടയിൽ നീ പിരിക്കണം. ആരാണ് സത്യത്തിന്റെ കക്ഷിയെങ്കിൽ നീ അവരെ കാത്തുകൊള്ളണം, നീ അവർക്ക് വിജയം നൽകണം എന്നിങ്ങനെ അബൂജഹൽ ദുആ ചെയ്തപ്പോ അതാ പട്ടാങ്ങിൽ റഹീം അവൻ ഖബൂലാക്കിയുടെ ഈ സത്യമാൽ അവനത് അംഗീകരിച്ചു, അള്ളാഹുവിനെ അംഗീകരിച്ചു. അവരതാ ദുആ ചെയ്തില്ലേ, അള്ളാഹു അവർക്ക് ഉത്തരം കൊടുത്തു എന്നാണ് നമുക്ക് ഇതിൽ തന്നെ പറയുന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അവർ നോമ്പെടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആശൂറ നോമ്പ്, മുഹറം 10 നോമ്പ് അറേബ്യൻ ഖുറൈശികൾ എടുത്തിരുന്ന നോമ്പാണ്. അവര് നേർച്ചയാക്കിയിട്ടുണ്ട്. എഴുത്തിക്കാതിരിക്കാൻ നേർച്ചയാക്കിയത് നമുക്ക് ഹദീസിൽ കാണാം. തെൽബിയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, തവാഫിനെ പറ്റിയും ഹദീസുകളിൽ പരാമർശം കാണാം. പക്ഷേ ഉടുത്തതുപോലും ഉഴിഞ്ഞിട്ടുള്ള തവാഫായിരുന്നുവെന്നേയുള്ളൂ. പക്ഷേ അതും അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ കാർഷിക വിളവുകളിൽ നിന്നും കാലി സമ്പത്തിൽ നിന്നും അവർ അള്ളാഹുവിന് വേണ്ടി ഒരു വിഹിതത്തെ നീക്കിവെക്കുന്നുണ്ട്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല കദാ അവർ ഒരു വിഹിതത്തെ നീക്കിവെക്കുന്നു. അൻആമുകളിൽ നിന്നും അതേപോലെ തന്നെ ഹർസിൽ നിന്നും അഥവാ കാലി സമ്പത്തിൽ നിന്നും കൃഷി സമ്പത്തിൽ നിന്നും അവർ ഒരു വിഹിതം അള്ളാഹുവിനെ നീക്കിവെക്കുന്നു, മറ്റുള്ളവർക്കും നീക്കിവെക്കുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താ? അവരെ അള്ളാഹുവിനെ അംഗീകരിച്ചു, അറിഞ്ഞു, അവരെ ഇബാദത്തും ചെയ്യാറുണ്ട്. 8ാമത് നിങ്ങൾ പറഞ്ഞത് അബൂജഹിൽ അള്ളാനെ അറിഞ്ഞയാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ശരിയാണ്, അള്ളാനെ അബൂജഹിൽ എങ്ങനെ അറിഞ്ഞു എന്ന്, ഏത് രൂപത്തിലാണ് അതിന്റെ ഉദ്ദേശം എന്നും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാവണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹിൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. അയാളിൽ അതല്ലെങ്കിൽ അയാളടക്കമുള്ള അറേബ്യൻ ജനങ്ങളിൽ ഏത് നിലക്കുള്ള മറ്റു വിശ്വാസ രംഗത്തുള്ള ഒരുപാട് ചുരികളുണ്ടെങ്കിലും ആ വിശ്വാസ ജീർണതകളൊക്കെ അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലുള്ള കുഫിരിയത്ത് വളരെ ഭയങ്കരമായ കുഫിരിയത്താണ്. പക്ഷേ അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണോ ശിർക്ക് വന്നത്? അതല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഒരാളിൽ നിന്നങ്ങ് ഒഴിവായി പോയാൽ അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ ആരാധിച്ചാലോ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാലോ അവരിൽ ശിർക്ക് വരില്ല എന്ന് നമുക്ക് പറയാനൊക്കുമോ? ഒരിക്കലും അത് പറയാനൊക്കില്ലല്ലോ. അതുകൊണ്ട് അബൂജഹിലിനെ മുഅ്മിനാക്കുകയല്ല, അബൂജഹിൽ മുശ്രിക്ക് തന്നെയാണ്. പിന്നെ എന്തിനാ അബൂജഹിലിന്റെ വർത്തമാനം ഇവിടെ പറയുന്നത്? അബൂജഹിൽ മുശ്രിക്കാവാനുള്ള കാരണമുണ്ട് ജനങ്ങളെ. നിങ്ങൾ ആ ശിർക്കിലേക്ക് പോയി അബൂജഹിലിനെ പോലെ ആകരുത് എന്ന് പറയാനാണ്. അബൂജഹിൽ അള്ളാനെ സ്വയം പര്യാപ്തനെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. 9ാമതായി നിങ്ങൾ പറഞ്ഞത് അബൂജഹിൽ അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചു. ശരി തന്നെയാണ്. അബൂജഹിൽ അടക്കമുള്ള സർവ്വ മുശ്രിക്കുകളും അള്ളയാണ് ഖാലിഖ് എന്ന് അംഗീകരിച്ചതാണ്. ഞാൻ പറഞ്ഞത് തന്നെയാണ്. പിന്നെ നിങ്ങൾ 10ാമത് പറഞ്ഞത് റാസിഖ് എന്ന് അംഗീകരിച്ചു എന്നാണ്. ശരിയാണ്, ഞാൻ ഏറ്റെടുക്കുന്നു. റാസിഖ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. നബിയെ ചോദിക്കൂ, മൻ ബിയദിഹി, ആരുടെ കയ്യിലാണോ മലകൂതു കുല്ലി ഷൈ? ശ്രദ്ധിച്ചോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ അംഗീകരിക്കുന്ന ശ്രോതാക്കളെ ചിന്തിച്ചോളൂ. കുല്ലി ഷൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നതിൽ നിന്ന് പുറത്താണോ? മൻ ബിയദിഹി, ആരുടെ കയ്യിലാണ് മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. എല്ലാ വസ്തുക്കളുടെയും എന്ന് പറയുമ്പോൾ പിന്നെ അതിലേതെങ്കിലും ഒന്ന് പുറത്തുണ്ടോ? ഇല്ലല്ലോ. എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? എങ്ങനത്തെ അവനാണ് അവൻ? വഹുവ യുജീറു, അവനാണ് എല്ലാവർക്കും പരിരക്ഷ നൽകുന്നത്, അവനാണ് എല്ലാവർക്കും രക്ഷ നൽകുന്നത്. വലാ യുജാറു അലൈഹി, അവനെതിരിൽ ഒരാൾക്കും പരിരക്ഷ നൽകപ്പെടുന്നതുമല്ല. ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ പറയൂ. എന്താ അതിന്റെയും മുശ്രിക്കുകളുടെ ഉത്തരം? സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവിന് തന്നെ എന്നവർ അവകാശപ്പെടുന്നു.
പറയുകയും ചെയ്യുന്നു. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ ബൽ ലതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ. നാം അവരിൽ സത്യവുമായിട്ട് അവരെ സമീപിച്ചിരിക്കുന്നു, സത്യം അവരിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ അവരിപ്പോഴും കളവ് പറയുന്നവര് തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഞാൻ ഇവിടെ ഈ ആയത്ത് വളരെ വിശദമായി തന്നെ അതിന്റെ തഫ്സീറുകളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ആയത്തടക്കം പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു സത്യമല്ലേ സുഹൃത്തുക്കളെ? ആകാശഭൂമികളെ പടച്ചവൻ ആര്? നിങ്ങളെ പടച്ചവൻ ആര്? മുൻഗാമികളെ പടച്ചവൻ ആര്? അന്നം തരുന്നവൻ ആര്? ജീവിപ്പിക്കുന്നവൻ ആര്? മരിപ്പിക്കുന്നവൻ ആര്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആര് എന്നൊക്കെ ചോദിച്ചാൽ അതേപോലെ തന്നെ ഈ കേൾക്കാനുള്ള കാത് എന്ന ശക്തിയില്ലേ, കാണാനുള്ള ഈ കാഴ്ച ശക്തിയില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? അഥവാ ഇതിൻ്റെയൊക്കെ ഒരു ഉടമയുണ്ടാകുമല്ലോ, ഇതിനെയൊക്കെ ഉടമപ്പെടുത്തിയവനും ആരാണ് എന്നിങ്ങനെ സർവ്വ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിക്കുമ്പോ എല്ലാവരും പറഞ്ഞല്ലോ അല്ലാഹു എന്നാണല്ലോ പറഞ്ഞത്. ഇത് പരിശുദ്ധ ഖുർആനിൽ വളരെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ 11ാമത് നിങ്ങൾ പറഞ്ഞത് മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശമെന്നും ഏതർത്ഥത്തിലാണ് ആ പറഞ്ഞതെന്നും CD-യിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയും കേൾക്കാതെ കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് വീണ്ടും വീണ്ടും നമ്പറിട്ട് പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ കഴിഞ്ഞ 6ാമത്തെ പ്രഭാഷണത്തിന്റെ CD ഇറങ്ങിയപ്പോ ചില നമ്പറുകൾ, ഓരോ നമ്പറുകളതാ 9ഓളം കാര്യങ്ങൾ, 9 എണ്ണം മാത്രമല്ല 9ഓളം കുറേ പ്രത്യേകമായ കാര്യങ്ങൾ ജനങ്ങൾ പ്രത്യേകമായി മനസ്സിരുത്താൻ വേണ്ടി നമ്പർ ഇട്ടുകൊണ്ട് സൂചിപ്പിച്ചിരുന്നു. അതിലെത്രയോ കാര്യങ്ങളുണ്ട്, അത് പറയാൻ തന്നെ ഒരു ദിവസം വേണ്ടി വരും. ആ 9 കാര്യങ്ങൾ എന്താണെന്ന് പേരോടതിനെ പറ്റി മിണ്ടുന്നില്ലല്ലോ. പേരോടതിനെ സംബന്ധിച്ച് മിണ്ടിയോ? അബൂജഹിലടക്കമുള്ള ആളുകളുടെ പല കാര്യങ്ങളും വന്ന് വിശദീകരിച്ചല്ലോ. അവരുടെ തവാഫിനെ പറ്റി പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ആശൂറ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് ഇഅ്തികാഫിന് ഉമർ റളിയല്ലാഹു അൻഹു ജാഹിലിയ്യ കാലഘട്ടത്തിൽ നേർച്ചയാക്കിയ സംഭവത്തെ പറ്റി പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ CD ഒന്ന് ഇനിയെങ്കിലും കേട്ടിട്ട് അതിൽ നമ്പറിട്ട് പറഞ്ഞതും അല്ലാത്തതുമായ എത്രയോ വിഷയങ്ങളുണ്ട് നിങ്ങൾ തൊടാതെ പോയത്. അതൊന്ന് വിശദീകരിക്കണേ. അത് പറയാതെ നിങ്ങൾ വെറുതെ ഓരോ രൂപത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞങ്ങ് സമർത്ഥിച്ചത് കൊണ്ട് കാര്യമായില്ല. അതുകൊണ്ട് ആ ഒഴിഞ്ഞു മാറ്റം നല്ലതിനല്ല. പിന്നെ ഇയാൾ നടത്തിയ വേറൊരു തട്ടിപ്പുണ്ടായിരുന്നു. എന്താ തട്ടിപ്പെന്നറിയോ? ഞാൻ പറഞ്ഞു, അറേബ്യൻ മുശ്രിക്കുകൾ കടലിൽ വെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോ അവർക്ക് ഉത്തരവും കിട്ടി. ഏതല്ലാനെ അവർ വിളിച്ചത്? യഥാർത്ഥ അള്ളാഹിനെ തന്നെയാണോ അതോ സങ്കല്പത്തിലുള്ള അള്ളയാണോ? ആ അള്ളയാണോ അവർക്ക് ഉത്തരം കൊടുത്തത് അതോ വേറെ അള്ളയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ മൂപ്പര് എന്റെ ചോദ്യത്തെ തന്നെ അട്ടിമറിച്ചിരുന്നു എന്ന്. അന്ന് മൂപ്പര് പറഞ്ഞു, മൗലവി ചോദിച്ചു, അബൂജഹിലിന് എങ്ങനെ എന്തുകൊണ്ടാ ഉത്തരം കിട്ടിയത്? മൗലവി, അബൂജഹിലിന് ഉത്തരം കിട്ടിയത് അള്ള തൃപ്തിപ്പെട്ട് കൊടുത്തോന്നല്ല, അതൊരു പരീക്ഷണാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാനത് ചോദിച്ചിട്ടില്ലല്ലോ. അബൂജഹിലിനെ ആദരിച്ചുകൊണ്ടാണോ ഉത്തരം കൊടുത്തത് അതോ പരീക്ഷണാർത്ഥം കൊടുത്തതാണോ എന്നൊന്നും എന്റെ ചോദ്യമല്ല. മറിച്ച് കടലിൽ വെച്ച് അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകൾ വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഖുർആനിൽ. ആ വിളിച്ച അള്ള ഏതാണ്? ഉത്തരം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ ഉത്തരം കൊടുത്ത അള്ള ആരാണ്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞ പ്രസംഗത്തിലും പേരോടിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യവും പേരോടിന്റെ മറുപടിയൊക്കെ കൃത്യമായി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് CD ഇറങ്ങുമ്പോൾ ഇനിയും കേൾക്കാം, ആവർത്തിക്കണ്ട എന്ന നിലക്കാണ്. പേരോട് എന്ത് ചെയ്യുക, ആ CD ഒന്നും കൂടെ കേട്ടിട്ട് ഇതിനൊന്ന് ഉത്തരം പറയണം. കടലിൽ വെച്ച് ഉത്തരം കൊടുത്തത് ആദരിച്ചുകൊണ്ടാണോ അനാദരിച്ചുകൊണ്ടാണോ എന്നത് എന്റെ ചോദ്യമല്ല. അവരാരെയാണ് തേടിയത്? ആ അള്ള നമ്മൾ പറയുന്ന അള്ളയാണോ? ഉത്തരം കൊടുത്ത അള്ള ആരാണ്? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. സങ്കല്പത്തിലുള്ള അള്ള ഉത്തരം കൊടുക്കോ എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി പേരോട് പറഞ്ഞിട്ടില്ല. അടുത്ത പ്രസംഗത്തിൽ പേരോടതൊന്ന് പറയണം.